ഗൈസ്. വല്ലോ നടക്കോ? അതല്ലേ നടത്താൻ പോവില്ലേ? സ്റ്റോപ്പ് വാച്ചിടും എടുത്തോ. അതിനകത്ത് പ്ലേ 1 2 3 വരുമ്പോൾ പ്ലേ ചെയ്തോണം. 30 സെക്കൻഡ് ആവുമ്പോൾ സ്റ്റോപ്പ് അടിക്കണം. 30 സെക്കൻഡ്? ആ 30 സെക്കൻഡേ ഉള്ളത്. 1 മിനിറ്റ് അല്ലേ? 1 മിനിറ്റ് ഇല്ല, 30 സെക്കൻഡ്. 30 സെക്കൻഡ് എത്രത്തോളം എണ്ണി എടുക്കുന്നു അവിടെ വിജയിക്കുന്നത്. അപ്പം 1 2 3. സ്റ്റോപ്പ്. വെയിറ്റ്. എടാ 33 കിട്ടിയല്ലോടാ. കിട്ടിയില്ലേ? അത്രയും പോരാ, 100 എണ്ണി എടുക്കണം. അവന്റെ ഇതുവരെ ചെയ്ത ഗെയിമിനകത്ത് റെക്കോർഡും എനിക്ക് സ്വന്താക്കണം. ഒന്നുകൂടെ സെറ്റ് ചെയ്യും. മാതാവേ കത്തോണേ ഇതിനകത്ത് വലിയൊരു മെഴുകുതിരി ഞാൻ വെടിച്ച് കത്തിച്ചോളാം. 1 2 3 സ്റ്റാർട്ട്. എന്താണ് ഇവിടെ? ആയോ എന്തുവാണോ ചേച്ചാ? കൊച്ചോടാണോ ചീട്ട് കളിക്കുന്നത്? ക്ലീറ്റോ ചേട്ടാ ഞാൻ ഇവിടുന്ന് പറപ്പിക്കാൻ പറഞ്ഞേക്കാം. തക്കള് ചീട്ട് കളിച്ചെന്ന് സുഹൃത്തെ, ഇത് ചീട്ടല്ല, പിന്നെ ഇത് കാശാണ്. റുപ്പേ റൊക്ക പണം മണി. കാശ് വെച്ച് കൊച്ചുമായിട്ട് ചീട്ട് കളിക്കുന്നു. എന്തൊക്കെ ലിലിപ്പെണ്ണെ, ലിലിപ്പെണ്ണെ ഇത് കാശ് വെച്ച് ചീട്ട് കളിച്ചതല്ല. പിന്നെ ഒരു സെക്കൻഡ് ഒന്നിരിക്കൂ പറയാം. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ലേ സമതം എന്ന് പറയുന്നൊരു ചെറുക്കൻ? അവൻ ഇത്ര സമയത്തിനുള്ളിൽ നോട്ട് കെട്ട് കൊടുത്തിട്ട് അത് എണ്ണി എടുക്കുക. ആ എടുക്കുന്ന പൈസ അവനുള്ളതാ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? അവൻ ഒരാഴ്ചത്തേക്ക് ഈ തിരുവനന്തപുരം ജില്ലയിലുണ്ടെന്ന്. ഓ, കാട്ടാക്കടയുള്ള മില്ല് നടത്തുന്ന മോഹനൻ ഇതേപോലെ 500 നോട്ട് കൊടുത്ത 59 നോട്ട് എണ്ണി എടുത്ത് കാട്ടാക്കട ചെന്ന. പിന്നെ കഴിഞ്ഞ വേലിയിൽ കരിമ്പൻ ജ്യൂസ് വയ്ക്കുന്നൊരു തമിഴ് പയ്യൻ, അവൻ 500 കണ്ട് 70 എണ്ണി എടുത്ത്. അപ്പൊ തിരുവനന്തപുരത്ത് വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ. ഒരാഴ്ച തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് ജില്ലയുടെ ഏത് ഭാഗത്ത് അവനെ കണ്ടാലും അപ്പോഴെനിക്ക് ഫോൺ കോൾ വരും. ഞാൻ പറക്കും. അതിന്റെ റിഹേഴ്സൽ നടത്തോണ്ടിരിക്കുക. അവന്റെ ഒരു കാര്യം ചെയ്യും. അതല്ല കാണുമെന്ന് വെച്ചിട്ടൊന്നും ഫോളോ ചെയ്തല്ല. എനിക്ക് അച്ചർക്കാൻ ഇഷ്ടമാണ് അതിന്റെ വീഡിയോ ഒക്കെ. അപ്പൊ ഞാൻ ഫോളോ ചെയ്തു, അത്രേ ഉള്ളൂ. ഡാൻസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എങ്ങനെ ലെക്കിന് കണ്ടാല് ഞാൻ ടൈം കൊടുക്കാം. മക്കളും തന്നെ വെക്കും. ഒരു റിഹേഴ്സൽ കിട്ടിയാൽ ഊട്ടി വേണ്ടെങ്കിൽ നോക്ക. ആ വിരലിപ്പൊ മാറ്റി തരാണ്. അയ്യോ അവിടെ നിൽക്കുന്നോടെ സ്റ്റാർട്ട് ആയില്ല. റെഡി 1 2 3 സ്റ്റാർട്ട് പറയണം. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ്. എത്രയുണ്ട് നോക്കട്ടെ, എത്രയാണെന്ന് നോക്കിയേ. ഇതിപ്പോ കൂടിയ ചീട്ട് വെച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതിപ്പോ കൂടിയ 25 എണ്ണം കാണും. കുഴപ്പമില്ല. 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും 50 എണ്ണി എടുക്കാൻ പറ്റും. ഇതിന്റെ പകുതി ഞാൻ എടുത്തോട്ടെ. എന്തിന് പ്രാക്ടീസ്? ഞാൻ ചുമ്മാ പറഞ്ഞ വർഷോപ്പിൽ പോണില്ലേ? എന്തിന്? ഞാൻ വർഷോപ്പിൽ ഇപ്പൊ ഒരു ദിവസം 100 രൂപ കിട്ടും. 1000 രൂപ കിട്ടണ? ചിലപ്പോ 10-200 രൂപ 8 മിനിറ്റ് കിട്ടും. ഇത് ഒരു 30 സെക്കൻഡിനുള്ളിൽ ഞാൻ എത്ര ആയിരം എണ്ണി എടുക്കുമെന്ന് അറിയാവും. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് അച്ഛൻ കാത്തിരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയുടെ ഏത് മൂലയിൽ എത്തിയിലേക്ക് അന്നേരം ഇൻഫർമേഷൻ വരും. അതിനാണ് ഫുൾ റേഞ്ചിൽ ഫുൾ ചാർജിൽ ഇരിക്കുന്നത്. വെറുതെ മണ്ടത്തിനും പറയല്ലേ. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ഇടയിൽ അച്ചാച്ചന്റെ അടുത്തോട്ട് വരാൻ പോയല്ലേ. പോയി വർഷോപ്പിൽ ചെല്ലാൻ നോക്കും. എന്റെ അടുത്തോട്ട് വരത്തില്ല. ഞാൻ പുള്ളിയെ തിരക്കി അങ്ങോട്ട് ചെല്ലും. താണമില്ലല്ലേ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ട് അതിന്റെ പുറകെയൊക്കെ നടക്കാനായിട്ട്? എങ്ങനെ? ആര് പറയുന്നു? എന്ത്? നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ട് മേക്കപ്പ് ഉടനെ മേടിച്ചിടും. ഇൻസ്റ്റയിൽ ഒരു തുണി കണ്ട് അത് ഉടനെ കണ്ടു ഇടും. ഇൻസ്റ്റയിൽ അതേപോലെ കണ്ണുനീര് വന്നു കഴിഞ്ഞ ഉടനെ എന്റെ കണ്ണുനീരിന് അവസാനമില്ല, സന്തോഷപ്പെടുന്ന എന്റെ സന്തോഷം ഈഫൽ ടവർ കയറി, പിന്നെ അതേപോലെ പാചകം, അങ്ങനെ എല്ലാം നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ട് ചെയ്യുമല്ലോ. ഇതൊന്നുമില്ല പൈസ കിട്ടുന്ന ഒരു കാര്യമല്ലേ? പണിയുള്ളത് അതും കളഞ്ഞിട്ട് ഇതും കാത്തിരിക്കുന്ന പറഞ്ഞാൽ മണ്ടത്തരമാണ് കേട്ടോ. പിന്നെ കഴിക്കേണ്ടത് നിനക്ക്. നാളെ അവന്റെ വൈറൽ പീസ് ആവുമ്പോ എപ്പിസോഡിനകത്ത് എന്നെ കാണുമ്പോ മക്കളൊന്ന് വിളിച്ചാ മതി കേട്ടോ. വിളിക്കാം. സെറ്റ് 1 2 3. ഹലോ ചേട്ടാ. ഹലോ, ഞാൻ സമത്. എനിക്കറിയാം. എങ്ങനെ അറിയാം?
റോഡിൽ കൂടെ പോകുന്നവർക്ക് പൈസ കൊടുക്കുന്നതാണല്ലേ? റോഡിൽ കൂടെ പോണവർക്ക് വെറുതെ പൈസ കൊടുക്കാറില്ല. മണി ചലഞ്ചിലൂടെ പൈസ കൊടുക്കും. ഇതിൽ 200 500 നോട്ടുകളുണ്ട്. നമ്മളെ 2 അക്കൗണ്ട്, സമ്മത് ഒഫീഷ്യൽ എന്നുള്ള അക്കൗണ്ടും UG ഷോപ്പ് എന്നുള്ള പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 500 രൂപ കെട്ടിന്ന് 30 സെക്കൻഡ് എത്ര വേണോ ചേട്ടൻ എണ്ണി എടുക്കാം. പക്ഷെ ചേട്ടൻ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ 200 രൂപ കെട്ടിന്ന് എണ്ണി എടുക്കാം. ചേട്ടൻ നമ്മൾ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടോ? ഫോളോ ആയിട്ടുണ്ടോന്ന് ആ ഞാൻ കാത്തിരിക്കാൻ നോക്ക്. നോക്കട്ടെ. സമ്മത് ഫോളോ ആയിട്ടുണ്ട്. UG ഷോപ്പ് ഫോളോ ആയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ധൈര്യമാറ്റി 500 രൂപ നോട്ട് കിട്ടണ്ട. ഈ നോട്ട് കിട്ടിയത് 30 സെക്കൻഡ് ഇഷ്ടമുള്ളത് എണ്ണി എടുത്തു. ഞാന് ആദ്യം മുത്തുലക്ഷ്മി കൂടെ വിളിക്കാം. അവൾ അത് പെട്ടെന്ന് എണ്ണി എടുക്കും. മുത്തുലക്ഷ്മി അതാര്? എന്റെ സ്വന്തം ഭാര്യ. ആ ചേച്ചി വിളി. ഞാൻ വീട്ടിൽ വിളിച്ചോണ്ട് ഈ ചേട്ടാ അതിനൊന്നുള്ള സമയം ഇല്ല. 30 സെക്കൻഡ് ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ഈ 30 സെക്കൻഡ് കൊണ്ട് ധൈര്യമായിട്ട് പിടിച്ചോ. ചേട്ടൻ എണ്ണി എടുക്കും പൈസ. ഇല്ലല്ലേ പൊട്ടിക്കാൻ വരട്ടെ. ഞാൻ ടൈമർ വെക്കട്ടെ. ചേട്ടാ റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ചേട്ടാ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചേട്ടാ വേഗം എണ്ണിക്കേ. പെട്ടെന്നാവട്ടെ. എല്ലാം ഫുൾ ചേട്ടനുള്ളതാണ്. 30 സെക്കൻഡേ ഉള്ളൂ. ചേട്ടാ 5 സെക്കൻഡായി. ചേട്ടാ 3. പെട്ടെന്നാവട്ടെ. 1 ആയി. സ്റ്റോപ്പ്. കഴിഞ്ഞു. ചേട്ടാ എത്ര നോട്ടുണ്ട്? ഞാൻ 10 എണ്ണി. ഈ 30 സെക്കൻഡ് കൊണ്ട് 10 എടുത്തോ. 10 ആയപ്പോ 5000 രൂപ ആയില്ലേ? ആഹാ. അപ്പൊ ഈ 5000 രൂപ ചേട്ടനുള്ളതാണ്. ബാക്കി എടുക്ക്. അപ്പൊ ഓക്കെ ചേട്ടാ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഓക്കെ ചേട്ടാ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണാം. ഞാൻ മുത്തുലക്ഷ്മി കൂടെ വിളിക്കാം. അവളെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ ചേട്ടാ. ഞാൻ ഒരു 3-4 ദിവസം എന്തായാലും ട്രിവാൻഡ്രത്തുണ്ട്. ആ ദിവസങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുകൂത്താം. ഓക്കെ ശരി. വാടാ. മുത്തുലക്ഷ്മി ഇത് കണ്ട പൈസ പിടിച്ചു വായിക്കും. തൽക്കാലം അവളിത് അറിയണ്ട. എന്ത് പരിപാടി? വെള്ളം കുടിക്കാ. വെള്ളം കുടിക്കാ ചേട്ടാ ഒരു നിറഞ്ഞു കുഞ്ഞിന്നെ. ഭയങ്കര ഹാപ്പിയാന്നല്ലോ. നാരങ്ങ കുടിച്ച സീറ്റിലെ എന്ത്? എനിക്ക് ലക്കിന് കുറച്ച് പൈസ കിട്ടി. ആരെങ്കിലും വീട് വെക്കാൻ വേണ്ടി മണ്ണ് വെച്ചപ്പോ അവിടെ കൊണ്ട് കൊടി കുത്തിക്കാണ്. അല്ലാതെ ഇവിടുന്ന് പൈസ ഇട്ടാന് അല്ല. പിന്നെ ആരെങ്കിലും പാർട്ടിയുടെ പേരും പറഞ്ഞ കമത്തി അല്ല. ഇപ്പൊ മുത്തുലക്ഷ്മി ചേച്ചിനെ അടിച്ചു മാറ്റിയത് തന്നെ. അതുമല്ല. പിന്നെ ഞാനിന്ന് ഒരാളെ കണ്ടു. ആര്? ഇവിടെ സമത്തില്ലേ? ഗൾഫിൽ നിന്ന കാതർക്കാട് അല്ല, മണിച്ചയില്ല സമത്തില്ലേ? അപ്പുറത്തെ ജംഗ്ഷനിൽ വെച്ച്. എന്നിട്ട് ഇതിന്റെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഫോണിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് 500 നോട്ട് തന്നിട്ട് എണ്ണാൻ പറഞ്ഞു. 30 സെക്കൻഡ് ഉണ്ട്. 30 സെക്കൻഡ് കൊണ്ട് എത്ര എണ്ണി എടുത്ത്? 10 നോട്ട് എണ്ണി എടുത്തു. മണ്ടച്ചാരെ, ഒരു കെട്ട് നോട്ട് വന്നിട്ട് 30 സെക്കൻഡ് തന്നില്ലേ? 10 എണ്ണി എടുക്കണ്ടായിരുന്നു. അപ്പോൾ എന്റെ കൈ വിറച്ചു. എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായി. അപ്പോഴേ ഇത്ര എണ്ണ സമയം കിട്ടിയുള്ളൂ. 10 എനിക്ക് സമയം കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു മുത്തുലക്ഷ്മി കൂടെ വിളിക്കാം. മുത്തുലക്ഷ്മി പെട്ടെന്ന് എണ്ണെന്ന് പറഞ്ഞപ്പോ മുത്തുലക്ഷ്മി ഇപ്പൊ വിളിച്ചാൽ അതിന് സമയമില്ല. മുത്തുലക്ഷ്മി പിന്നീട് ഞാൻ 2-3 ദിവസം ഞാൻ തിരുവനന്തപുരത്തുണ്ടാവും. പിന്നെ മുത്തുലക്ഷ്മി പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. അയാൾ തിരുവല്ലയോട് പോയിരിക്കുകയാണ്. ഗ്ലാസ് കൂടെ തിരുവോ? ഒരു കാരണം വെച്ചാൽ മുത്തുലക്ഷ്മി അറിയാൻ പാടില്ല. ലക്ഷ്മി ചേച്ചി അറിഞ്ഞ ഈ പൈസ കടിച്ചെടുക്കല്ലേ? അല്ല അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നമുക്കെന്താ കിട്ടും? ഞാൻ നാരങ്ങ വാങ്ങിച്ചതല്ലേ? 20 രൂപയുടെ ഉപ്പ നാരങ്ങയുള്ളോ? എന്നാ പപ്സ് വാങ്ങിച്ചു തരാം. പപ്സ് ഒന്നും പറ്റത്തില്ല. 5000 രൂപ മനസ്സറിയാതെ കിട്ടിയില്ലേ? ഒരു 100 രൂപ തരാം. 100 രൂപ? 100 എണ്ണം എന്തെടുക്കാനാണ്? അണ്ട് ആരെങ്കിലും കുടിക്കുമ്പോൾ എഴുതിയിട്ടില്ലേ? എന്റെ ഒരു 10% തരാം. 10%. പിന്നെ അണ്ണന്റെ പൈസ കിട്ടിയാൽ ഞാൻ എന്തായാലും മുത്തുലക്ഷ്മി എടുത്ത് ചെയ്ത് പറയത്തില്ല. പക്ഷെ എനിക്ക് ഈ പൈസ എന്നാലും ക്ലീറ്റ വെച്ചപ്പോൾ പറയല്ലേ പറഞ്ഞേ. കർത്താവേ, വഴിയെ പോയതിനെ വിളിച്ച് നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുത്ത് ഞാൻ പറയണ്ടായിരുന്നു. ഇതൊക്കെ പൈസയും പോയി.
ഇല്ലിപ്പണ്ണേ എന്തോ ഇല്ലിപ്പണ്ണേ ഏ? മറ്റേ സമതിനെ കണ്ട് മണി ചലഞ്ച് അച്ഛൻ കണ്ടാ ഞാനെന്താ പിന്നെ നടരായണ്ണൻ തിരുമല ജംഗ്ഷനിൽ നിൽക്കുമ്പോഴത്തേന് ഇവൻ വന്നിട്ട് മണി ചലഞ്ച് വിളിച്ചു. അപ്പൊ നടരായണ്ണൻ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോളോ ചെയ്തിട്ടുണ്ട് എല്ലാരും ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ. ലോകം മുഴുവൻ അവനെ ഫോളോ ചെയ്തോണ്ടിരിക്കുവല്ലേ. ആ. എന്നിട്ട് പിന്നെ 500 രൂപ നോട്ട് കൊടുത്തു. പക്ഷെ വെപ്രാളത്തിൽ 10 എണ്ണി എടുക്കാൻ പറ്റുള്ളൂ. എന്റെ ദൈവമേ, കിട്ടിയ ചാൻസ് കളഞ്ഞില്ലേ 10 എണ്ണമാ. ഞാനും ഇതേ കാര്യം ചോദിച്ചു. അത് എടുക്കോ വെപ്രാളം കണ്ടിട്ടു നോട്ട് ഒട്ടി എന്നൊക്കെ പറഞ്ഞു. 10 എണ്ണം എന്ന് പറയുമ്പോ 5000 രൂപ. 5000 രൂപ കിട്ടില്ല, അത് മതി. ഞാനിത് അറിഞ്ഞു ഓടിയേറെ തിരുമല ജംഗ്ഷനിൽ ചെന്നു. അവിടെ മൊത്തം നോക്കി പുള്ളിക്കാരെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അത് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ടുണ്ടാവും. ഞാൻ പിന്നെ പേയാടും നമ്മുടെ പൂജപ്പരയിലും മുടമുള്ള എല്ലാ ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെ കണ്ടാലും എന്നെ വിളിച്ചോ ഞാൻ പറഞ്ഞെത്തിക്കോളാന്ന് പറഞ്ഞു. ഇതിന്റെ പുറകെ നടക്കുവാണല്ലേ. പിന്നല്ലാതെ വർഷപ്പിൽ പോണില്ല. എന്റെ ലില്ലിപ്പന്നെ ഭാഗ്യദേവത മാടി മാടി അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേനെ അത് മാത്രമല്ല, ഈ വർക്ക്ഷോപ്പിൽ പണിക്കാർ മാത്രമേ വരത്തുള്ളൂ. ഇവനെന്ന് പറഞ്ഞ ആള് കൂടുന്ന ഏരിയയിലാണ് ഇത് വർക്കൗട്ട് ആകുന്നത്. ആള് കൂടുന്ന ഏരിയയിൽ ഞാൻ ഇങ്ങനെ കറങ്ങിയിരിക്കും. എന്താണ് ഭാഗ്യദേവത? മാടി മാടി വിളിക്കും. ആ, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും നമ്മുടെ ഭാഗ്യം നമ്മളെ തേടി വരും. അതൊക്കെ പണ്ട്. ഇപ്പൊ ഈ 2K കിഡ്സിന്റെ കാലത്തിൽ ഭാഗ്യദേവത നമ്മൾ അങ്ങോട്ട് കേടി പോണം. അങ്ങനെ ആയി. വീട്ടിൽ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. വേണ്ടത് മതി. ഈറ്റ്. മീറ്റ് MEET. കറക്റ്റ്. സ്വീറ്റ്. SWEEE. എത്ര ഈ? നീ എത്ര പ്രാവശ്യം എഴുതിയതാടാ? ഞാൻ മറന്നു പോകുന്നു മാമി. 2 E അല്ലേ ഉള്ളു. ഇത് ഭയങ്കര പാട്. ഭയങ്കര പാട്. അത്ര ഭയങ്കര പാടൊന്നുമില്ല. SWEET. പറ. SWEET. ഇതൊരു 10 പ്രാവശ്യം കൂടെ എഴുതിക്കും ഞാൻ. ആ, എന്തോ മാമി. എന്നാ ഞാനൊരു കാര്യം ചെയ്യും. ഇന്ന് തടച്ചു, നാളെ പഠിക്കാം. അടച്ചു വെക്കുന്നില്ല അങ്ങനെ. പഠിച്ചേച്ചാ മതി അങ്ങോട്ട്. ഇതെവിടെ പോയിരിക്കായിരുന്നു? ഞാൻ വർക്ക്ഷോപ്പിൽ. ആ, വർക്ക്ഷോപ്പിൽ പോണില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിളിച്ചപ്പോ പോയി. പണിയുണ്ടായിരുന്നു. അപ്പൊ നിന്നല്ല വാങ്ങിച്ച 300 രൂപ ഇങ്ങട്. 300 രൂപ ഇങ്ങട്. അല്ല പൈസ കിട്ടിയില്ല. പിന്നെ പണിയുണ്ടെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്. അപ്പൊ എന്തായാലും പൈസ കിട്ടിയിട്ടുണ്ടോ? പൈസ കിട്ടില്ല ലില്ലിപ്പണ്ണേ. അതൊന്ന് പൈസ കിട്ടാത്തതെന്ന്. പണിക്ക് പോകാനല്ലേ പൈസ കിട്ടുള്ളൂ. അല്ല, ദേ ഇന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് വന്നതാ. ആര്? അച്ഛാ സാൾട്ട സെന്റർ വർക്ക്ഷോപ്പ്. ഇന്ന് ആ ഇന്നലെ പോയാ? ഇന്നലെ മെനിയാന്ന്? നീ എത്ര ദിവസമായി പോയിട്ട്? ഇന്നും പോയില്ല, ഇന്നലെയും പോയില്ല, മെനിയാന്നും പോയില്ല. പെറ്റി അടയ്ക്കാൻ വേണ്ടി ശേഷം വന്നൊരു സാൾട്ടസ് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കിള്ളിപ്പാല നിൽക്കുന്നുണ്ടല്ലോ ഉച്ചയ്ക്ക്. അത് ഒരു വണ്ടിയുടെ വണ്ടി വിളിച്ചപ്പോഴേ അത് വൈകുന്നേരം അപ്പൊ കരമന നിൽക്കണുണ്ട്, കുറച്ച് ഫ്ലൈ ഓവറിന്റെ ഫ്രണ്ട് നിൽക്കണുണ്ട്. ഞങ്ങൾ പോലീസിൽ ഇങ്ങനെ ഡ്യൂട്ടിയുടെ ഭാഗത്ത് റോഡ് ഡ്യൂട്ടി നടക്കുമല്ലോ. സാറെന്തിനാണ് നടന്നത് അങ്ങനെയൊക്കെ? അതെന്താന്നറിയാട്ടാ, അത് ടൗണിലൊക്കെ നടന്നത് മറ്റേ സമ്മതിനെ കാണാൻ നടന്നില്ലേ? അതാ. ആ സമ്മതില്ലേ, ആ മറ്റേ മണി ചലഞ്ച്, മറ്റേ ഫോണിലൊക്കെ ഫോളോ ചെയ്ത് വെച്ചിട്ട് എല്ലാരെയും കൊണ്ട് കാശ് എണ്ണിക്കുന്നത് 30 സെക്കൻഡില്. ഇവിടെ ഭയങ്കര പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. ആ ചെറുക്കൻ ഒരാഴ്ചയായിട്ട് ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. അതിനെ കാണാൻ വേണ്ടിട്ട് നടന്നതാ. പറ. അല്ല അത് ഒരു ദിവസം അങ്ങനെ പോയുള്ളൂ. ഞാൻ പോയല്ലോ. അങ്ങനെ പോണെന്തിനാ? അല്ല അതാകുമ്പോഴേ പെട്ടെന്ന് അവന്റെ 500-200 ഒക്കെ കെട്ടുകെട്ടുണ്ട്. അത് പെട്ടെന്ന് എണ്ണി കുറെ നല്ല പൈസ കിട്ടും. എടാ അങ്ങനെ ഒരു പ്രാവശ്യം കിട്ടിയോണ്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? നിനക്ക് ആവശ്യത്തിലധികം കടങ്ങളില്ലേ? ഈ കടങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീരുവോ? അങ്ങനെയുള്ള ഭാഗ്യത്തിന്റെ പിറകെയാണ് ഈ ജോലി കളഞ്ഞിട്ട് പോണത്. നമ്മുടെ കൺമുമ്പിൽ വരട്ടെ, തേടി വരട്ടെ. അങ്ങനെ ഭാഗ്യം, നിനക്ക് അങ്ങനെ ഭാഗ്യം നിന്നെ തേടി വരും. അതിൽ നീ ബാൻഡ് പിറകെ പോയാ കിട്ടിയാ നിനക്ക് വരാം ഇല്ലല്ലോ. അതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ തേടി വരും. അത്രേ ഉള്ളൂ. ഇനി നിനക്ക് പോകാൻ വയ്യാന്നുണ്ടെങ്കിൽ, ജോലിക്ക് പോകാൻ വയ്യുന്നുണ്ടെങ്കിൽ നീ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ വരുന്നില്ലെന്ന്. ഞാൻ വേണം വിളിച്ച് പറയാം. അല്ല
നിനക്ക് തന്നെ എനിക്ക് തന്നെ നാണാവുന്നു നിന്നോട് ഇങ്ങനെ സംസാരിക്കും. എന്നെ കാലമുണ്ട് നീ നിന്നെ ഉപദേശിച്ച് എനിക്ക് മടുത്തിയ. കേട്ടാ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ആ ചേച്ചനോട് ആ ചെറുക്കനെ തപ്പി നടക്കല്ലേ, പണിക്ക് പോന്ന്. ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, നീ അകത്ത് ചെല്ലുമ്പോ അമ്മയേട്ടനും കൂടെ എന്നെ എന്തൊക്കെ പറയുമെന്നറിയോ? ഞാൻ നിന്നുരുകും. എന്നെ എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഞാൻ നാളെ വർഷോപ്പ് വെക്കോളാം. ആ പൊക്കോ മര്യാദക്ക്. നീ ഇത് പഠിക്കേ, ആ തെറ്റിപ്പോയതൊക്കെ പത്രാശം എഴുതിക്കേ. ഈ സമ്മതിക്കായേ നമ്മളെ സ്കൂളിൽ വരുമോ? അപ്പൊ നല്ല പൈസ എണ്ണി എടുക്കായിരുന്നു. എടാ ചെറുക്കാ, നീ പഠിക്കാതെ ഇരുന്ന് മാമൻ പറഞ്ഞിട്ട് പോയത് കേട്ടാ. നീ ആ സ്വീറ്റിന്റെ സ്പെല്ലിങ് പഠിക്കേ. ഞാൻ പഠിച്ചു. നീ പഠിച്ചിട്ടില്ല, നീ എഴുതി പഠിക്കേ. നിന്റെ റഫ് ബുക്ക് എവിടെ? എവിടെ? ആ ഞാൻ എടുത്തോണ്ട് തരാം. നീ എഴുതി പഠിക്കാം അവിടെ ഇരുന്ന്. ഓൻ എണ്ണാൻ നടക്കുന്നു. വണ്ടി വല്ലതും പണിയണോ? സാൾട്ടസേ, ഞാന് സാൾട്ടസ് ആണ്. അതിന് എവിടെയായിരുന്നു 2-3 ദിവസം? അയ്യോ അതെ, ഭയങ്കര വയറുവേദന, അടിവയറുവേദന, വേദന. നിങ്ങൾ ഇവിടെ കൂടെ കിടന്ന് കറങ്ങണുണ്ടല്ലോ, പാളയം, മറ്റേ തൃക്കണ്ണാപുരം മ്യൂസിയം സൈഡില്. ആര് പറഞ്ഞു? അതൊക്കെ കണ്ടവര് വന്ന് പറഞ്ഞു. അതെ, ഈ വയറുവേദനയ്ക്ക് ആന്റിബയോട്ടിക് എടുക്കാതെ ഈ നാട്ടുവൈദ്യ മർമാണിയുടെ അയാളെ തിരക്കി പോയതാ. തൃക്കണ്ണാപുരത്തൊരു നാട്ടുവൈദ്യനുണ്ട്. എന്നിട്ട് കുറവുണ്ടോ? മാറി, അതല്ലേ വന്നേ. അണ്ണാ, നിങ്ങൾ പറയുന്നത് മൊത്തം കള്ളത്തരമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വേറെ വല്ല വണ്ടി പണിയും പിടിച്ചാ? ഇല്ല. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ പിടിച്ചോ, പൈസ കിട്ടുന്നതാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്റെ അടുത്ത് വിളിച്ചറിയിക്കണം. അങ്ങനത്തെ ഒരു മാന്യത കാണിക്കണം. ഞാൻ വിളിച്ച എപ്പോ വിളിച്ചെന്ന്? ഇല്ല, വിളിക്കാനിരുന്നേ. അണ്ണാ, നിങ്ങളെ കണ്ടോണ്ടല്ല ഞാൻ ഈ വർക്ക്ഷോപ്പ് ഇവിടെ തുടങ്ങിയത്. നിങ്ങൾക്ക് വരാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റൂല എന്ന് കാര്യമായിട്ട് പറയണം. എനിക്ക് വേറെ ആളിനെ വെക്കാം, മനസ്സിലായി? പിന്നെ കനകൻ സാറിനെ പേടിച്ചിട്ട് ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. നിങ്ങൾക്ക് പണി ചെയ്യാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇവിടെ പണിക്ക് വേറെ ആളില്ലാത്തോണ്ടൊന്നും അല്ല നിങ്ങളെ ഞാൻ ഇവിടെ വെച്ചേക്കണത്. അല്ല, ഞാൻ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ആണല്ലോ. അണ്ണാ, എത്ര വണ്ടി പണി, എത്ര വണ്ടി ഫ്രണ്ട് കിടക്കണം അറിയാമോ പണിക്ക് വേണ്ടിട്ട്? ഇതൊക്കെ ഇനി ആര് പണിഞ്ഞു കൊടുക്കും? അല്ല സാൾട്ടസേ, ഇനി അവധി എടുക്കത്തില്ല. ഇനി കറക്റ്റായിട്ട് ഞാൻ പണിക്കും. കൊടകാള മാതാവാണ് സത്യം. മാതാവിനെ നിങ്ങൾ പിടിച്ച് സത്യം ചെയ്യല്ലേ പ്ലീസ്. അതെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഇരുന്നോട്ട്. നിങ്ങൾ ആ പണി തീർത്തോടിക്കും. പെട്ടെന്ന് പോ. ഫ്രണ്ട് 2-3 വണ്ടി കിടക്കണം. ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെച്ച് പെട്ടെന്ന് പണി കൊടുക്കാൻ. ഞാൻ നോക്കാം, നോക്കിട്ടെ എന്നിട്ട്. നോക്കാന്നല്ല, പെട്ടെന്ന് വണ്ടി കൊടുക്കണം. ആൾ വരുമ്പോൾ കൊടുക്കണ്ടേ? ഓക്കെ, ഇങ്ങോട്ട്. ഹലോ ചേട്ടാ, ചേട്ടാ. ആ സമതി തന്നെ. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ. സമത് ഓഫീസ് എന്നുള്ള എന്റെ അക്കൗണ്ടും UG ഷോപ്പ് എന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഈ കാണുന്ന 500 കെട്ടിന്ന് ഇഷ്ടമുള്ള പൈസ ചേട്ടന് 30 സെക്കൻഡിന് എണ്ണി എടുക്കാം. 2 ഫോളോ ആയിട്ടുണ്ട്. 2 ഫോളോ ആയിട്ടുണ്ടോ? ഛേ, ഇവന് എണ്ണിക്കോ.